ചെയ്തൊരു ഒരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ഒരാൾ ചെയ്ത് തെറ്റാണെന്ന് ആലോചിക്കണം. കുറച്ച് ആൾക്കാരുടെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർക്ക് എതിരെ വന്നിരുന്ന വീഡിയോ ചെയ്തിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടി പോയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ പോലെയുള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതിലെടുത്ത് വെച്ച് സംസാരിച്ചു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും ആ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയതാണോ പ്രശ്നം, അതോ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തതാണോ നിൻ്റെയൊക്കെ പ്രശ്നം? എനിക്ക് അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. കുറേ പേര് വന്നിരുന്ന് പറയാം പിച്ച് ചെയ്യുന്നു, കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അഖിലിൻ്റെ സാഹചര്യം എന്തായിരിക്കും, അഖിലിൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഇനി ഒരു ആണുങ്ങൾക്കും ഇതുപോലൊരു അനുഭവം വരരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങളെപ്പോലെയുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും സംസാരിച്ചത്. രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്ത വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടായിരുന്നു അവൻ ആത്മഹത്യ ചെയ്തത്? അവൻ്റെ വൈഫ് ഒളിച്ചോടി പോയി. അതിനുശേഷം ആ കുട്ടിയെ വരെ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അതായത് കോടതിയിൽ പോയിട്ട് ഓർഡർ മേടിച്ച് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പേരിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തതാണ് രഞ്ജീഷ്. ആ സമയത്തും നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഓരോ ആണുങ്ങൾക്കും ഇതുപോലെയുള്ളൊരു അനുഭവം ഉണ്ടാകരുത് എന്ന്. ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേരാണ് അഖിലിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്? കുറേ വിവരദോഷികൾ വന്നിരുന്ന് അഖിലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ പോസ്റ്റിലിടുന്നു. അഖിലിൻ്റെ പഴയ വീഡിയോസ് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അതെടുത്ത് വെച്ച് ട്രോളുന്നു, അവൻ ആദരാഞ്ജലികൾ നേരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ തന്തയില്ലാത്ത മക്കളുണ്ട്. അവരും ഞങ്ങളുമായിട്ട് ദൈവത്തെ ഓർത്ത് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പാണോ അതോ ഈ പറയുന്ന എന്താ പറയണ്ട വല്ലവൻ്റെയും ഫാമിലി ലൈഫ് ചർച്ച ചെയ്യുന്നതിൻ്റെ വിഷമമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിൻ്റെയൊക്കെ ശരിക്കുള്ള പ്രോബ്ലം എന്ന്. ഞാൻ ഇതിനകത്ത് 1-2 വീഡിയോ കാണിക്കാം. ആദ്യം കാർത്തിക് എന്ന് പറയുന്നൊരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഇതിനെ പറ്റി സംസാരിച്ച് ഞാൻ കേൾപ്പിക്കാം. ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നേവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഒന്നുമില്ല. ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സൈസ് എടുക്കുന്നതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരുപാട് ഇതുപോലെ ഒളിച്ചോട്ടങ്ങളും ഭയങ്കര രീതിയിൽ വിവാദങ്ങൾ നടന്ന പല കേസസും ഉണ്ട്. ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അന്നും പല ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നിനക്കാർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, നിനക്കൊന്നും അന്ന് ഒരു അഭിപ്രായം പറയണ്ടായിരുന്നു. നീയൊക്കെ എന്തെങ്കിലും ഒരു സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഇപ്പം വന്ന അഭിപ്രായം പറയുന്ന ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തായാലും ബാക്കിയുടെ പറ. വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്ത് നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാമുകനും അത് സത്യമാണ്. ഒരാളുടെ പേഴ്സണൽ ലൈഫ് നമ്മളെടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട്, അതായത് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അഖിൽ NRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഏകദേശം ഒരു റീലിന് ഏകദേശം 1 മില്യന് പുറത്ത് വ്യൂവർഷിപ്പ് വന്ന്, ആ റീല് കാരണമാണ് ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന് തന്നെ 10 പേരറിഞ്ഞത്. അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് നമ്മളിത് റിയാക്ട് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് സംസാരിച്ചതിനകത്ത് എന്ത് തെറ്റായിരിക്കുന്നത്? ഇവിടെ ആ പെണ്ണ് അവൾ കാണിക്കുന്ന പരിപാടി എടുത്തു വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവൾ നിൽക്കുന്ന വേഷത്തിലാണ് ഒളിച്ചോടി പോയത്. അത് എടുത്തു വെച്ച് കാണിച്ചതാണോ ഇത്രയും വലിയ തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതാരും ചർച്ച ചെയ്യത്തില്ലെന്നാണോ നിങ്ങളൊരു വിചാരം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മുന്നേയും എത്രയോ കേസസ് നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇവരെ ആരെയും കണ്ടിട്ടില്ല. ഇത് അഖിൽ NRDക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചതായി പോയ ഏറ്റവും വലിയ തെറ്റ്. കാമുകിക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചീറ്റിങ് നടന്നു, അപ്പോൾ വേണമെങ്കിൽ അവന് അത് അറിഞ്ഞു, വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം. അവന് മാറി ഇരുന്ന് എത്ര ദിവസം വേണമെങ്കിലും കരയാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാകാം. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷെ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്ന് അവന് മാക്സിമം സപ്പോർട്ട് കൊടുത്തതാണ്, അല്ലാതെ അവനെ വീണ്ടും ഒരു പടുകുഴിയിലോട്ട് തള്ളി വിട്ടതല്ല. അവൻ്റെ ഫാമിലി ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്യണം, അവനിനി ഓരോ വീഡിയോ ചെയ്യുമ്പം പോലും അവനെ വിടാതെ കുറച്ച് ആൾക്കാർ പിന്തുടരും എന്ന് മാത്രമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും വന്നിരുന്ന് കൈകൊട്ടി ആഘോഷിക്കുമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ തെണ്ണമാണെങ്കിൽ പിന്നെ എന്തിനിങ്ങനെ ഒന്ന് സംസാരിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുമല്ലേ? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അഖിൽ NRDയുടെ വിഷയം എടുത്ത് വെച്ച് ചർച്ച ചെയ്തു. അങ്ങനെ കുറേ കമൻസും ഉണ്ട് കേട്ടോ. നീയൊക്കെ ഇതിലും ഭേദം വേറെ വല്ല പണിക്കും പോടാ,
നിനക്കൊക്കെ നാണമില്ല ഇത് വിറ്റ് കാശാക്കാൻ. ഇനി ആര് വിറ്റ് എന്ത് കാശാക്കിയെന്നാണ് പറയുന്നത്? പബ്ലിക്കിൽ കാണുന്ന ഒരു ഇഷ്യൂ ഇത്രയും ഓഡിയൻസ് അത് കുത്തിയിരുന്ന് കാണുന്നത് എന്തിനാണ് വന്നിരുന്ന് കാണുന്നത്? നേരെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? ഇപ്പോൾ ഈ അഖിൽ എൻ ആർ ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല, വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഒരു മനുഷ്യരും കാണാൻ പറ്റത്തില്ല. അതറിയോ? ഇപ്പം ഈ ഒരു വിഷയം ഇത്രയും ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ആർക്കും ചോദ്യം ചെയ്യണ്ട. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നിങ്ങൾ ഒരാൾ ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്ന് ആലോചിക്കണം. അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യത്തിന്. അപ്പോൾ ഇത് സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിലും ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ പോട്ടെ ഒരു 90% കാര്യങ്ങൾ അറിയാമോ? ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒളിച്ചോടിയപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നതും പിന്നെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് കൂടുതലായിട്ട് അഖിലിനെ പറ്റിയിട്ട് ആ പെണ്ണ് പറഞ്ഞതെന്നും തിരിച്ച് പറഞ്ഞതെന്നും ഞാൻ കൂടുതലായിട്ട് വന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ അവരെന്തോ കാണിച്ചോട്ടെ. പക്ഷേ ഇവിടെ ഞങ്ങളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോകാമായിരുന്നു, അല്ലാതെ ഇവൾ എന്തിനിങ്ങനെ ഒരു പരിപാടി ചെയ്തു എന്നാണ് ഇവിടെ ചോദിച്ചത്. അതൊന്നും നീ ഒന്നും കേട്ടില്ലേ? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നീ വന്ന് ഇത്രയും സമയം മെനക്കെടുത്തി ഒരു വീഡിയോ ചെയ്ത്, ഈ സമയം ഉണ്ടെങ്കിൽ അവനെ പേഴ്സണലി വിളിച്ചൊന്ന് സംസാരിക്കാൻ എന്താ? അവൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊന്നും അറിയാൻ എന്താ? അതൊന്നും അറിയാൻ ശ്രമിച്ചില്ല. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതും റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോ മരണ വീട്ടുകളിൽ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകൾ പോയിട്ട് അവർക്ക് ഒരു പ്രൈവസി, അവർക്ക് കരയാൻ പോലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ പല ചാനലുകളും ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പലരുടെ എടുത്തോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന മഹാന്മാരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടുന്നത്. നിൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരുവിധ സഹതാപവും ഇല്ല, കാരണമില്ല, നമുക്ക് ഡോളറിനോടുള്ള സ്നേഹമാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം വീണ്ടും ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഈ ഒരു സംസാര രീതി കാണുമ്പോൾ ഉണ്ടല്ലോ ചെയ്തു പോകും. അയാളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഫാമിലി ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. പേഴ്സണലി ഒരു സൗഹൃദം പോലും ഇല്ല. പണ്ടെപ്പോഴോ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു രീതിയിലും ഒരു പരിചയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ. എനിക്ക് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതിനൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് പറയുന്നവനെയാണ് ആദ്യം ഇടിക്കാൻ. കാരണം വേറൊരുത്തൻ്റെ ഫാമിലി നടക്കുന്ന വിവരങ്ങൾ ഒരാൾ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറയണമെന്ന്. ഇത് ആർക്കാണ് ഇത് അറിയാൻ എത്ര താല്പര്യം? ഒരാളുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യം അറിയാൻ എത്ര താല്പര്യം എന്താണ്? ഓക്കെ, ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്കറിയാനും അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം തോന്നാം. അത് നല്ല കാര്യം. ഇത് അയാൾക്കും വിഷമം, പറയുന്ന ആളുകൾക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമമുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്രയും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലൻ്റ് ആവണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഈ വ്യക്തിയുടെ ഈ വോയിസ് റൈസ് ചെയ്തുള്ള ഒരു സംസാരങ്ങളും ഞാൻ കേട്ടിട്ടില്ല. അത് വേറൊരു കാര്യം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ബാക്കിയുള്ളവരുടെ കുടുംബജീവിതത്തെ പറ്റിയിട്ട് അറിയേണ്ടത് ആർക്കാണ് എന്താണെന്ന്. അതങ്ങനെയാണ്. ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാന്ന് പറയുമല്ലോ, അതങ്ങനെയാണ്. അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, വേറെ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി അത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ചുറ്റിനും. ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരത് ചർച്ച ചെയ്യും, അത് നോട്ട് ചെയ്യും, അത് അതിനകത്തുള്ളതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് റിയാക്ട് ചെയ്തിട്ടും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ഇനി അഖിൽമാരാറിട്ടൊരു പോസ്റ്റ് ഞാനവിടെ വായിക്കാം. മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് തിന്ന് ജീവിക്കുന്ന നരഭോജികളെ
സ്വന്തം അമ്മയുടെയും അപ്പൻ്റെയും കിടപ്പറ രംഗങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്താലും കാശ് കിട്ടും. മര്യാദയോടെ ലംഘിക്കുന്ന നാറികൾ സ്വയം പറയുന്നതാണ് സഹിക്കാൻ പറ്റാതെ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഇൻഫ്ലുവൻസർ എന്നൊന്നും ഇവിടെ ആരും സ്വന്തമായിട്ട് പറയുന്നൊന്നുമില്ല. എന്തായാലും അഖിലേട്ടനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ ഇന്നലെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയോട് സംസാരിച്ചതുമാണ്. പുള്ളി അപ്പം ഇതേ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ച കുറേ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പബ്ലിക്കിൽ വന്ന സാധനങ്ങളാണ് എല്ലാവരും എടുത്തു വെച്ച് ചെയ്യുന്നത്. ഇവർ കാണിച്ചത് ശരിയല്ല, ഇവർ കാണിച്ചത് വെറും തെണ്ടിത്തരമാണ്. ആ ചെറുക്കൻ്റെ ഭാവിയാണ് കൊണ്ടുവന്ന് കളഞ്ഞത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്തത്. അത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊക്കെ വന്നിരുന്ന് ഡയറക്റ്റ് വന്നിരുന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പല വിഷയങ്ങളും റിയാക്ട് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പിടിക്കുന്നില്ല. അതിൽ കൂടുതലൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇനി തീർന്നിട്ടില്ല, വേറൊരു കക്ഷിയുടെയും കൂടെ ഒരു റീൽ ഞാൻ കാണിക്കാം. സോഷ്യൽ മീഡിയ ഭയങ്കര ടോക്സിക് ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററും അയാളുടെ ഭാര്യയും തമ്മിൽ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ എപ്പോഴാണ് ഒരു നാഷണൽ ഇഷ്യൂ ആയി മാറിയത്? എന്തിനാണ് നമ്മളെല്ലാവരും അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? എന്തിനാണ് ആ പാവം വ്യക്തികളെ ഇങ്ങനെ ട്രോള് ചെയ്ത് കളിയാക്കി ഓരോ വൃത്തികേടുകൾ പറയുന്നത്? അയാളുടെ ട്രോള് ചെയ്യുന്നതും കളിയാക്കുന്നതും വളരെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അത് ഞാൻ യോജിക്കത്തുമില്ല. അത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അവരുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി, അവർ സെപ്പറേറ്റഡ് ആയി. ഇനിയിപ്പം അതിനെപ്പറ്റി കളിയാക്കിയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു പ്രയോജനവുമില്ല. അവന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, അവൻ തിരിച്ച് പഴയതുപോലെ വീഡിയോസ് എല്ലാം ചെയ്ത് കയറി വരിക, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ വേറെ ആരും ഇതൊന്നും കെട്ടി ആഘോഷിക്കുന്നൊന്നുമില്ല. പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്തു വെച്ച് വെറുതെ പോസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? റീച്ചിന് വേണ്ടിയിട്ടോ? ഒരാളെ വേദനിപ്പിച്ച് അയാളെ തകർത്തുകൊണ്ട് റീച്ച് കിട്ടിയിട്ട് എന്താ കാര്യം? ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം. അതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോടൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ എന്തിനാണ് നമ്മൾ ഇത്ര ഓവർ ആക്കുന്നത്? അവരെ വെറുതെ വിട്ടൂടെ? അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഈ വീഡിയോ കണ്ടെങ്കിലും 10 ആൾക്കാർ ഇതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിച്ചവര് പറയാതെ നിന്ന് അവരെ വെറുതെ വിടുകയാണെങ്കിൽ അതെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരെ വെറുതെ വിടുക പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിക്കില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കമന്റിലൂടെ ചെന്നെങ്കിലും പല ആൾക്കാരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയും. അവനെങ്ങനെങ്കിലും മാക്സിമം സപ്പോർട്ട് കൊടുക്കണ ഒരു ഇൻറ്റൻഷൻ മാത്രമേ നമ്മുടെയൊക്കെ മനസ്സിലാവും. അതായത് ഇനി ഒരിക്കലും ഒരാണുങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവരുത്. അതായത് ഇവർക്കൊക്കെ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഒളിച്ചോടാൻ പ്ലാനോ ഉണ്ടെങ്കിൽ കഴിവതും ഡിവോഴ്സ് മേടിച്ചിട്ട് നിങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ പോകും. അതാണ് അതിൻ്റെ ഒരു മാന്യത എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരു സോഷ്യൽ റിലവൻറ്റ് ഇഷ്യൂവിലും ഇവരെ ആരെയും കണ്ടിട്ടില്ല. ഒരു നെല്ലിക്ക പറിക്കാൻ പോലും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. പല വിഷയങ്ങളും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കുമ്പം പോലും അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയണ്ട. നമ്മൾ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തത് എൻ്റെ 3ാമത്തെ വീഡിയോ. ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്തുവാണ്. കാര്യം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും. അല്ലാതെ ഇതിനെപ്പറ്റി എടുത്ത് വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം കഴിഞ്ഞത് കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി അത് പോയി. ഇനിയിപ്പം അതും ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വേദനയും വിഷമവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് അഖിലിന് മാത്രമായിരിക്കും. കാര്യം അഖിലാണ് ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്. അഖിലിനെയാണ് കുറച്ചുകൂടെ ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പം അവനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത് ലൈഫിൽ ഇനി അങ്ങോട്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇവരെ പറ്റിയൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇനി വേറൊരു കാര്യം കൂടി ഇന്ന് രാവിലെ തൊട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന അയാളുടെ വീഡിയോ, അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ആൾക്കാർ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പല റീൽസും ആൾക്കാരെടുത്ത് വെച്ച് പുറത്തിടുന്നുമുണ്ട്. ഞാനിവിടെ സൈഡിൽ ആ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു വ്യക്തി. ആ CCTVക്കകത്ത് ആ ഒരു വ്യക്തിയുടെ ഫേസ് അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് അവൻ അഖിലിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ കൂടുതലൊന്നും ഒന്നും എനിക്ക് പറയാനില്ല. ഇപ്പോഴും കുറേ ആൾക്കാർ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു രീതിയിൽ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത്, എനിക്കിതേ പറയാനുള്ളൂ. അത് മാത്രമല്ല, ഈ പെൺകുട്ടി മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ അവരുടെ വീഡിയോയുടെ താഴെയുള്ള കമൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ലിങ്ക് എന്നും പറഞ്ഞ് അയക്കുന്നവർക്കാണ് അത് റിപ്ലൈ പോകുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആവുന്നതാണ്. അല്ലാതെ മേഘ എന്ന് പറയുന്ന വ്യക്തി
ഇടുന്ന കമൻ്റ് ഒന്നും അല്ലത്. അത് ഓട്ടോമാറ്റിക്കലി ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലീസ് സെക്യൂർ DM എന്നും പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ. അപ്പം ഞങ്ങളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണോ പ്രശ്നം, അതോ ഈ ഒളിച്ചോടി പോയ വ്യക്തിയാണോ പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.